അവർ വന്ന പേപ്പറുമായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഇവിടെ വെച്ച് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വെച്ചു, പേടിക്കണ്ട, കേസ് നിങ്ങൾക്ക് അനുകൂലമായി വരും, നിങ്ങൾ മാതാവിൻ്റെ അടുത്തൊന്ന് സാക്ഷ്യം പറയണം. അച്ഛനൊരു മരീൻ മെഡൽ എനിക്ക് തന്നു. മെഡലുമായി ഞാൻ പോയി. രണ്ടാമത്തെ ദിവസം നാളെ കോടതിയാണ്. കോടതിയിൽ ആ സമയത്ത് ഈ നിർമ്മാതാവ് 21 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. വണ്ടി തട്ടിപ്പ്, പണയത്തിന് വണ്ടി എടുക്കുക. അങ്ങനെ അയാൾ വർഷങ്ങളോളം പലരെയും പറ്റിച്ച് നടന്നിട്ട് എൻ്റെ കേസിന് എനിക്ക് അനുകൂലമായി വിധി വരുന്ന സമയത്ത് അദ്ദേഹം ജയിലിലാണ്. എനിക്ക് കേസ് അനുകൂലമായിട്ട് വരുന്നു. അത്ഭുതം എന്ന് പറയണ്ടേ, ഇപ്പോഴും സിവിൽ കേസ് അത് വിധി നടത്തിപ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത തവണ വരുമ്പോൾ എൻ്റെ സിനിമ പല പ്രോജക്റ്റുകൾ ഞാൻ ആലോചിച്ചു. ഈ പ്രോജക്റ്റ് വലിയൊരു ക്യാൻവാസിൽ ഔട്ട്ഡോർ ചെയ്യേണ്ട കേസാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഇൻഡോർ സിനിമകളിലേക്ക് പോയി. അപ്പോൾ ഔട്ട്ഡോർ വലിയ ക്യാൻവാസ് വലിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഇൻഡോർ സിനിമകൾ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ സിനിമ അങ്ങനെ ഫ്രീസായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പല പ്രോജക്റ്റുകൾ ആലോചിച്ചു, ഒന്നും നടക്കുന്നില്ല. ഞാൻ അടുത്ത തവണ 4-ാമത്തെ തവണ ഇവിടെ വരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്തെങ്കിലും എൻ്റെ തൊഴിലൊരു ഒരു ഇത് വേണം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിലും എന്നോട് പലരും പറയുന്നു നിങ്ങളുടെ സിനിമ നടക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സിനിമ നിങ്ങൾക്കറിയാമല്ലോ, സിനിമക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായുള്ള അന്ധവിശ്വാസികളും എന്ത് പറഞ്ഞാലും അവർ ആ വഴി പോകും. എന്നുവെച്ചാൽ സിനിമ നടക്കുന്നില്ല, അപ്പോൾ നിങ്ങളോട് പറയണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സമയം ഒന്ന് നോക്ക്. അപ്പോൾ ഞാനൊരു ദുർബല നിമിഷത്തിൽ എനിക്ക് തോന്നി എന്നാലും ഒന്ന് പോയി നോക്കിയാലോ. ഞാൻ അവിടെ ചെന്നു, എൻ്റെ നാൾ വെച്ച് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, 2 വർഷത്തേന് നിങ്ങൾക്ക് ഭയങ്കര സമയം മോശമാണ്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് സിനിമ നടക്കില്ല, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി വരുന്ന വഴി പള്ളിയുടെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയാണ്, കൃപാസനത്തിൽ പോകണം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. എന്തുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു ആശങ്ക വന്നു, ഒരു ആഗ്രഹം തോന്നി, ഞാനിങ്ങനെ പോയി ഒരു വഴി തെറ്റി വേറെ രീതിയിലേക്ക് പോകുന്നത്. ഞാൻ തീരുമാനിച്ചു, ഏതൊരു ശനിയാഴ്ച, ഞാൻ ഞായറാഴ്ച അന്ന് മുതൽ ഞാൻ തീരുമാനമെടുത്തു, നമ്മൾ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ നക്ഷത്രവാരം വരും, അതുപോലും നോക്കുന്നില്ല, നക്ഷത്ര ഫലം വരുമ്പോൾ അതുപോലും നോക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആ പേജ് വരുമ്പോൾ ഞാൻ സിനിമാ വിശേഷം വായിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യുക. അന്ന് പോലും തീരുമാനിച്ചു, മാതാവേ എനിക്ക് പറ്റിയൊരു അവസ്ഥ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് സിനിമയിലൊരു എനിക്കൊരു അവസരം, എനിക്കൊരു നല്ലൊരു സിനിമ ചെയ്യാനൊരു അവസരം തരണമേ. ഒരാഴ്ചക്കുള്ളിൽ എന്നെ ഒരു പ്രൊഡ്യൂസർ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവർക്കൊരു ചെറിയ സിനിമ ചെയ്യണം. കുറേ പ്രവാസികളാണ്, അവർക്ക് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, 15ഓളം പേരുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ കഥയൊന്ന് കേൾക്കണം, ആശയമൊന്ന് കേൾക്കണം, അതൊന്ന് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഞാൻ കഥ പോയി കേൾക്കുന്നു. അത് ഞാനും വൈഫും കൂടെ അതിൻ്റെ തിരക്കഥ സംഭാഷണം എഴുതുന്നു, അത് സംവിധാനം ചെയ്യുന്നു. വളരെ യാദൃച്ഛികമായി ആ 4ാമത് ഇവിടെ വന്ന്